കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനത്തിലൂടെയാണ് ഈ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂശിനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തോട് ബന്ധപ്പെട്ട് അപ്പോസ്തലനായ പൗലോസ് ഊന്നൽ കൊടുക്കുന്ന ചില വിഷയങ്ങളാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യം. ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഈ പക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടുന്ന തളിച്ചുകൾ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഈ പക്ഷത്തെയും തന്റെ ഒരേ മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിനെ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഈ പക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് ജനിപ്പിപ്പാനും തന്നെ. എഫേസ്യ ലേഖനത്തിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ദൈവസഭയുടേതായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ 11 മുതൽ ആണ് ഈ വിഷയം ആരംഭിക്കുന്നത്. അതിൻ്റെ 22 വരെയുള്ള വിഷയങ്ങളിലാണ് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം പരന്നു കിടക്കുന്നത്. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് ഞാൻ കടന്നു വരട്ടെ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ. അപ്പോൾ എഫേസ്യയിലുള്ള വ്യക്തികളെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്ന നിങ്ങൾ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവർ യഹൂദ പശ്ചാത്തലമുള്ളവരല്ല. അതിൻ്റെ 11-ാം വാക്യം വായിച്ചാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. കൃപയാൽ ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനക്കാർ എന്നിവയുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴേ അന്നത്തെ ഒരു പശ്ചാത്തലം നമ്മളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. ക്രൂശിലൂടെ സാധിച്ച ഒരു വലിയ സത്യത്തെയാണ് ഇവിടെ പൗലോസ് ചിത്രീകരിക്കുന്നത്. അതിന് സംക്ഷിപ്തമായ വിഷയം യഹൂദനെന്നോ ജാതികളെന്നോ വ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ ദൈവസഭ രൂപം കൊണ്ടു എന്നും ആ ദൈവസഭയിൽ അംഗങ്ങളായിട്ടുള്ളവർ എല്ലാവരും ഏക ശരീരമാണെന്നും അവരൊന്നിച്ചാണ് ക്രിസ്തുവിൻ്റെ സഭയായി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടാണ് അതിന് മുമ്പുള്ള വാക്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെ നാം വായിക്കുമ്പോഴേ അഗ്രചർമ്മക്കാർ, പരിച്ഛേദനക്കാർ എന്നൊക്കെയുള്ള വിശേഷങ്ങൾ കാണാൻ സാധിക്കും. യഹൂദന്മാരെ നാം വായിക്കുന്നത് പരിച്ഛേദനയുള്ളവരാണ്. മറ്റുള്ളവരെയൊക്കെ അഗ്രചർമ്മികൾ എന്ന പേരിലാണ് അവർ അഭിസംബോധന ചെയ്തിരുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചിരുന്നത്. ഈ വേദഭാഗം ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്ന ഒരു വിഷയം, യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനം മറ്റുള്ള വ്യക്തികളെ വളരെ അവജ്ഞയോടുകൂടെ പറഞ്ഞിരുന്ന ഒരു വാക്കാണ് അഗ്രചർമ്മികൾ എന്ന്. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലെ ഒരു വാക്യം 2 വാക്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1 ശമൂവേൽ, അവിടെ ഗൊല്യാത്തിനെ നേരിടാനായിട്ട് ദാവീദ് ചെല്ലുന്ന രംഗമാണ്. അവിടെ വായിക്കുന്ന 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. 1 ശമൂവേൽ 17-ന്റെ 25-ാമത്തെ വാക്യം. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 26-ാം വാക്യം കൂടി വായിക്കാം. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫിലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നയെ നീക്കിക്കളയുന്നവന് എന്ത് കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ആരെന്ന് പറഞ്ഞു.
ഇവിടെ ഫെലിസ്തീനായ ഗൊല്യാത്ത്. പക്ഷേ ദാവീദ് ആ വ്യക്തിയെ വിശേഷിപ്പിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഈ അഗ്രചർമ്മി എന്ന് പറഞ്ഞാൽ വളരെ അവജ്ഞയോടുകൂടെ, അല്ലെങ്കിൽ ഒരു തരത്തിലും യഹൂദനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തി ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുന്നുവോ? ഇതാണ് എൻ്റെ ചോദ്യം. അതേ ആശയം തന്നെ 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് വായിക്കണമെന്നില്ല, നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ മതി. അവിടെയും പറയുന്നത് ഈ അഗ്രചർമ്മി എന്ന് പറഞ്ഞാൽ യഹൂദൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ആശയം, യഹൂദനാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം. അത് വാസ്തവമാണ്. കാരണം അബ്രഹാമിനോടും അത് തുടർന്ന് മോശയിലൂടെയും ദാവീദിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ഉടമ്പടികൾ ലഭിച്ചത് ഒരു ദൈവജനമാണ് ഇസ്രായേൽ. പ്രത്യേക പരിരക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്നത്, ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ സാധിച്ച, അല്ലെങ്കിൽ ക്രൂശ് മരണത്തിലൂടെ സാധിച്ച വലിയ ഒരു സത്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഈ സഭാകാലയളവിൽ അല്ലെങ്കിൽ കൃപായുഗത്തിൽ യഹൂദനൊരു പ്രത്യേക പദവി ഇല്ല, ജാതികൾക്ക് പ്രത്യേക നിഷിദ്ധതയുമില്ല. എല്ലാവർക്കും ഒരുപോലെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തിൻ്റെ മക്കളായി തീരുവാനും ദൈവസഭയുടെ അംഗമായി തീരുവാനുള്ള അവകാശം ലഭിച്ചു എന്നുള്ളതാണ് ചെറുകൻ. ഈ വാക്യം വായിക്കുമ്പോഴേ നാം മനസ്സിലാക്കണം, യഹൂദൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഉന്നത കുലജാതനാണ്. അവർ വളരെ അഭിമാനത്തോടു കൂടിയാണ് അത് പറയുന്നത്. അവരെ സംബന്ധിച്ചോളം ഇവിടെ ഈ 12-ാം വാക്യം, ഫെസിലേഖനത്തിൻ്റെ 2:12 വാക്യം വായിക്കുമ്പോൾ അതൊക്കെ കാണാൻ സാധിക്കും. അവർക്കുള്ളതായ പ്രത്യേക പദവികൾ എന്തൊക്കെയാണെന്നുള്ളത്. വാഗ്ദത്തങ്ങളുള്ളവരാണ്. ഇസ്രായേൽ വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക് അന്യരായി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ അർത്ഥം ഇതൊക്കെ ഉള്ളവരാണ് ഇസ്രായേൽ ജനം. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, 13-ാം വാക്യത്തിൽ ഞാൻ വായിച്ചു, ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അവിടെ ഒന്നാമത്തെ കാര്യം ദൈവത്തോട് സമീപസ്ഥരായിത്തീർന്നു. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് 14-ാം വാക്യത്തിൽ, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി. ഇരുപക്ഷത്തെ ഒന്നാക്കി എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രൂപ്പുകൾ, അതായത് യഹൂദന്മാരെന്നും ജാതികളെന്നും പറഞ്ഞ് വേർതിരിച്ച് നിന്നിരുന്ന എല്ലാവരും ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒന്നായി തീർന്നു. ആ ആശയം അത് തുടർന്നുള്ള വാക്യങ്ങളിൽ ഞാൻ വായിക്കുന്നു. 15-ാം വാക്യത്തിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു. തുടർന്ന് ഞാൻ വായിക്കുന്നത് 16-ാം വാക്യത്തിൽ 16-ാം വാക്യത്തിൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. പിന്നെ അവിടെ വായിക്കുന്ന താഴോട്ട് ഇങ്ങനെ വായിച്ച് വരുമ്പോഴാണ് 22-ാം വാക്യത്തിൽ വരുമ്പോൾ, അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടുന്ന ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരും. അപ്പോൾ ഇവിടെ വേർതിരിവില്ല. യഹൂദനെന്നോ ജാതിയെന്നോ, അതായത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ളതായ ആ അവസ്ഥയ്ക്ക് യാതൊരു പ്രാധാന്യവും ദൈവസഭയിലില്ല എന്നുള്ള സത്യമാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഊന്നിക്കാണിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം മുഖാന്തരം ഉണ്ടായ രക്ഷാമാർഗമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവം നൽകിയതാണ്. ന്യായപ്രമാണം ഇസ്രായേൽ ജാതിക്ക് നൽകപ്പെട്ടത് നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിക്കുകയുണ്ടായി. അതൊരു താൽക്കാലികമായ പ്രതിഭാസമായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിന് ക്രൂശുമരണം സംഭവിക്കുന്നത് വരെ നിലവിലുണ്ടായിരുന്ന ഒരു സംവിധാനം മാത്രമായിരുന്നു. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് മറ്റൊരു പശ്ചാത്തലത്തിലാണെങ്കിൽ കൂടെ പറയുന്നൊരു വാചകമുണ്ട്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ ന്യായപ്രമാണത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. നാം എബ്രായ ലേഖനമൊക്കെ വിശദമായി ഇവിടെ പഠിപ്പിച്ചതാണ് ആ സഹോദരൻ. അദ്ദേഹം പറഞ്ഞപ്പോഴൊക്കെ ഈ കാര്യം ഓർപ്പിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എബ്രായ ലേഖനത്തിലും ഈ കാര്യം വളരെ ശക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ ന്യായപ്രമാണം നൽകപ്പെട്ടത് അതുവരെയാണ്. കർത്താവിൻ്റെതായ ക്രൂശുമരണം സംഭവിച്ച് പുതിയ ക്രമം ആരംഭിക്കുന്നത് വരെ മാത്രം
നിലവിലുണ്ടായിരുന്ന സംവിധാനമായിട്ടാണ് അവിടെ പറയപ്പെടുന്നത്. ഈ വാക്യം ഞാൻ വായിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്ന ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. കാരണം ന്യായമായ ചില സംശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരെ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം. അവിടെ അപ്പോസ്തലന്മാരെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് പറഞ്ഞയക്കുന്ന രംഗത്ത് അതിൻ്റെ 5-6 വാക്യങ്ങളിൽ കൃത്യമായി കർത്താവ് കൊടുക്കുന്ന നിർദ്ദേശം ശ്രദ്ധിക്കുക. ഈ 12 പേരെ യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിന് കാണാതെ പോയ ആളുകളുടെ അടുക്കൽ തന്നെ ചെല്ലുകയും. ഇവിടെ ശ്രദ്ധിക്കുക, 2 നിബന്ധനകളാണ് അവിടെ കർത്താവ് പറയുന്നത്. നിങ്ങൾ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. എവിടേക്ക് ചെല്ലരുത് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് ഏതൊക്കെയാണ്? ജാതികളുടെ അടുക്കൽ പോകരുത്. പിന്നെ 2-ാമത്തെ കൂട്ടർ ശമര്യരുടെ അടുക്കൽ പട്ടണത്തിൽ കടക്കരുത്. അപ്പോൾ ജാതികളുടെ അടുക്കലേക്ക് പോകാൻ പാടില്ല, ശമര്യ അടുക്കലേക്കും ഈ രാജ്യത്തിൻ്റെ സുവിശേഷമായി അപ്പോസ്തലന്മാർ പോകാൻ പാടില്ല എന്ന നിബന്ധന വെച്ചത് കർത്താവ് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഭാഗമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന പിന്നെ മനസ്സിലേക്ക് കടന്നു, കർത്താവ് ഈ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. എൻ്റെയും മനസ്സിലേക്ക് കടന്നു വന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിബന്ധന വയ്ക്കാൻ കാരണം? മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ നമുക്ക് പരിചയമുള്ള ഒരു സംഭവമുണ്ട്. അതിൻ്റെ 21 മുതൽ 28 വരെയാണ് പറയുന്നത്. അത് മുഴുവൻ വായിക്കേണ്ട. അതിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യം ആദ്യം വായിക്കാം. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവരോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. എൻ്റെ മകൾക്ക് ഭൂതവും ഉപദ്രവവും കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ ശിഷ്യന്മാർ അടുക്കെ വന്നു. അവൾ അവരുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു. അവളെ പറഞ്ഞയക്കണമേ എന്ന് അവരോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അല്പസ്വല്പം വിശദീകരണങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എങ്കിൽ കൂടെ സംഭവം ഇത് തന്നെയാണ്. അതായത് ഒരു കനാന്യ സ്ത്രീ, ജാതികളിൽപ്പെട്ട ഒരു വ്യക്തി കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒരു സഹായത്തിനായിട്ട് കടന്നു. ദാവീദ് പുത്ര എന്നൊക്കെ വിളിച്ചതായിട്ടൊക്കെ നാം വായിക്കുന്നുണ്ട്. ദാവീദ് പുത്ര എന്നും സാധാരണഗതി വിളിക്കുന്നത് യഹൂദന്മാരാണ്. എന്നാൽ ഇവൾ എങ്ങനെയോ കർത്താവിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മനസ്സിലാക്കി കർത്താവിന് വിശ്വാസം രൂപപ്പെട്ട വ്യക്തി ആയിരിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന വളരെ രൂക്ഷമായ ഒരു ഭാഷാ പ്രയോഗം വളരെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അത് ശിഷ്യന്മാരോടാണ് പറയുന്നത്. 24-ാം വാക്യത്തിൽ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ 10-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരോട് പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ ശിഷ്യന്മാരോട് ആവർത്തിക്കുകയാണ്. എന്നിട്ട് നാം താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ് നായ്ക്കുട്ടികൾക്ക് മക്കളുടെ അപ്പം എടുത്തു കൊടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കർത്താവിനെ അവൻ നമസ്കരിച്ച് അപേക്ഷിച്ചപ്പോൾ അവൾക്ക് സൗഖ്യം നൽകിയതായിട്ട് നാം വായിക്കുന്നുണ്ട്. 28-ാം വാക്യത്തിൽ വായിക്കുന്നത്, യേശു അവളോട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം. അഥവാ കർത്താവ് പറഞ്ഞ വ്യവസ്ഥയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ജാതികളിൽപ്പെട്ട ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകുന്നതായിട്ടാണ് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ ശമര്യ സ്ത്രീയുടെ അടുക്കിലേക്ക് കർത്താവ് കടന്നുപോയ രംഗമൊക്കെ നമുക്കറിയാം. അപ്പോൾ ജാതികളിലേക്കും ശമര്യരിലേക്കും പോകരുത് എന്ന് കർത്താവ് നിഷ്കർഷിച്ച് തൻ്റെ ശിഷ്യന്മാരോട് അപ്പോസ്തലന്മാരോട് പറഞ്ഞ ആ കർത്താവ് തന്നെ അല്പം വിട്ടുവീഴ്ചകൾ ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിക്കണം. കാരണം യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജാതിയുടെ ഇടയിലാണ്. അവരോടാണ് മശീഹയെ കാത്തിരിക്കുന്ന ജനത്തോടാണ് മാനസാന്തരപ്പെട്ട് നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ
നാം വായിച്ചു വന്നാൽ മനസ്സിലാക്കാം, ഇസ്രായേൽ ജാതിയിൽപ്പെട്ട ചുരുക്കം ആളുകൾ മാത്രമേ കർത്താവിനെ ആ നിലയിൽ അംഗീകരിക്കാനായിട്ട് ഇടയായിട്ടുള്ളൂ. എന്നാൽ ഇവിടെ നാം കാണുന്നത് ജാതികളിൽപ്പെട്ട ഒരു സ്ത്രീയെ അവളുമായിട്ട് സംവദിക്കുകയും അവളുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നാം യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ ശമര്യ സ്ത്രീയെ പറ്റി പറയുന്ന കാലത്ത് ഒരു വാക്ക് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായി ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 22-ഉം 23-ഉം വാക്യം. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. നാം ഈ വേദഭാഗം വളരെ പ്രാവശ്യം കേൾക്കുകയും ധ്യാനിക്കുകയും പ്രസംഗങ്ങൾക്ക് ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവിടെ എഴുതിയിട്ടുള്ള ഒരു വാക്ക്, 2 വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട്. ശമര്യ സ്ത്രീയോട് കർത്താവ്, ഇവിടെ ശമര്യ സ്ത്രീ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നതല്ല, ശമര്യ സ്ത്രീയുടെ അടുക്കിലേക്ക് കർത്താവ് ചെന്നതാണ്. അപ്പോൾ ശമര്യ സ്ത്രീയുടെ അടുക്കിലേക്ക് കർത്താവ് ചെല്ലുന്ന രംഗം ഇവിടെ നാം വായിച്ചാൽ, നാം മാപ്പ് നോക്കിയാൽ നമുക്കറിയാം, ഗലീലയും യഹൂദിയുടെയും ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലമാണ് ശമര്യ. യഹൂദരുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു അന്ന് കാലത്ത്. എന്നിട്ടും കർത്താവ് ആ വഴിക്ക് കടന്നുപോയി ശമര്യ സ്ത്രീയോട് സുവിശേഷം അല്ലെങ്കിൽ ദൈവവചനം പങ്കുവെച്ച് അവൾ കർത്താവിൽ വിശ്വസിക്കാനൊക്കെ ഇടയായി. എന്നാൽ അവിടെ പറയുന്നൊരു വാചകമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരുന്നത്. അവിടെ പറയുന്നത് സത്യനമസ്കാരം 23-ാം വാക്യം, പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. പിന്നെ പറയുന്ന വാചകം ഇപ്പോൾ വന്നുമിരിക്കുന്നു. 2 പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ എല്ലാ വ്യക്തികൾക്കും സത്യനമസ്കാരികളാണെങ്കിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കാനുള്ള നാഴിക വരുന്നുണ്ട്, അല്ലെങ്കിൽ അവസരം വരുന്നുണ്ട്. എന്നാൽ താഴെ അടുത്ത വാചകം എന്താ? ഇപ്പോഴേ വന്നുമിരിക്കുന്നു. ഒരു കാര്യം 2 ടെൻസിലാണ് പറയുന്നത്. 2 ഒന്ന് ഭാവി കാലത്തിലും ഒന്ന് വർത്തമാന കാലത്തിലും. ഇപ്പോഴേ അത് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുൻപ് തന്നെ, തൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ, ആ പ്രവർത്തനത്തിൻ്റെ ആദ്യ നടപടി എന്ന നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് സൂചിപ്പിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ദർശനം ലഭിച്ച, ദൗത്യ നിയോഗം ലഭിച്ച ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ദൈവമക്കൾ യഹൂദയിലും യെരുശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകേണ്ടി വരും എന്നതിൻ്റെ മുന്നോടിയായിട്ട് കർത്താവ് ചെയ്ത കാര്യങ്ങളാണ്. പൂർണ്ണമായ അളവിൽ അത് സാധിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശുമരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണെങ്കിലും ഇവിടെ ജാതികൾക്കും ശമര്യർക്കും ഇപ്പോഴേ അതിൻ്റെ അനുഭവം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നത്, വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അനുഭവം പൂർണ്ണമായ അളവിൽ സാധിക്കാൻ പോകുന്നത് കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷമാണ്. എങ്കിൽ കൂടെ ഇപ്പോഴേ അതിൻ്റെ അനുഗ്രഹങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ തെളിവായിട്ടാണ് കനാന്യ സ്ത്രീക്കും ശമര്യ സ്ത്രീക്കും ദൈവികമായ അനുഗ്രഹങ്ങൾ നൽകുവാൻ കർത്താവ് തയ്യാറായി. എന്നാൽ നാം എഫേസ് ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. എഫേസ് ലേഖനം നാം വായിച്ച വേദഭാഗത്തേക്ക് തിരിച്ചു വരാം. അവിടെ ഇവിടെ വായിക്കുന്നത് വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചുകളും എന്തുമാത്രം ശക്തമായി നിൽക്കുന്നതായ ഒരു സംവിധാനമായിരുന്നു ഈ വിഭാഗീയത എന്ന് നാം മനസ്സിലാക്കും. യഹൂദനെന്നും ജാതിയെന്നും പറഞ്ഞ് വ്യത്യസ്തമായ നിലയിൽ നിൽക്കുന്നതായ സമൂഹം ഇപ്പോൾ ഒന്നിച്ച് യേശു കർത്താവിൻ്റെ മരണത്തോടുകൂടെ ദൈവസഭ എന്ന സംവിധാനത്തിൽ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സംവിധാനമായി തീർന്നു.
ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു വാക്കുണ്ട്, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരും സഹോദരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം നാം തിരിച്ചറിയണം. ഇതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പഴയ നിയമ വാഗ്ദത്തങ്ങളോ പഴയ നിയമ വിശുദ്ധന്മാരുടെ അനുഗ്രഹങ്ങളോ പങ്കാളികളാകുന്നു എന്നർത്ഥത്തിലല്ല. പലരും അങ്ങനെ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പഴയ നിയമ കാര്യങ്ങൾ അതൊക്കെ തിരുവഴുത്തിൻ്റെ ഭാഗമല്ലേ? ശരിയാണ്. അത് ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എന്തിനു പറഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പഴയ നിയമകാലത്ത് പിതാക്കന്മാർക്ക് നൽകിയ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് നൽകിയ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും അവർക്കുള്ളത് തന്നെയാണ്. കർത്താവിനെ നിഷേധിച്ചതുകൊണ്ട്, കർത്താവിനെ അവർ തിരസ്കരിച്ചതുകൊണ്ട് തൽക്കാലത്തേക്ക് നാം അത് റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവർക്ക് അന്ധത വന്നു, ദൈവസഭ ആരംഭിച്ചു. എന്നാൽ ദൈവസഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം പിന്നീട് ഇസ്രായേൽ ജാതിയോടുള്ളതായ പ്രത്യേക പരിപാടി ആരംഭിക്കും എന്ന് നാം മനസ്സിലാക്കുന്നു. അത് മഹാപീഡന കാലത്ത് അവർ ശുദ്ധീകരിച്ചെടുത്ത് 1000 ആണ്ട് വാഴ്ചയോടുകൂടെ ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും ഇസ്രായേൽ ജനത്തിന് പൂർണ്ണമായ നിലയിൽ അനുഭവിക്കാൻ കഴിയും. എന്നാൽ ഈ സഭാകാലയളവിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും പലരും ധരിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ദൈവജനത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് അവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നമുക്കും ബാധകമാണ് എന്നുള്ള ആശയത്തിലാണ് പലരും മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. 20-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശു എന്ന മൂലക്കല്ലിന്മേൽ നിന്നാണ് ദൈവസഭ ആരംഭിക്കുന്നത്. പഴയ നിയമ വെളിപ്പാടല്ല ദൈവസഭ. വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഉദ്ധരണിയാണ് ഇതൊക്കെ എങ്കിൽ കൂടെ ഇവിടെ അതിൻ്റെ കാലഘട്ടം അനുസരിച്ച് നിവൃത്തീകരിക്കപ്പെട്ടപ്പോൾ ഇവിടെ പറയുന്നത് ക്രിസ്തു യേശു എന്ന മൂലക്കല്ലിന്മേൽ ആരംഭിച്ച ദൈവസഭയിലാണ് പ്രവാചകന്മാർ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആ അടിസ്ഥാന പണി ഉൾപ്പെട്ട് പണിയപ്പെട്ട് മുൻപോട്ട് വരുന്നതായിട്ട് കാണുന്നു. അവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് അവന് കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരും. ഈ പുതിയ നിയമസഭയെക്കുറിച്ച് ഇവിടെ പറയുന്ന 1-2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരണം. 15-ാം വാക്യത്തിൽ പറയുന്നു, ഒരേ പുതു മനുഷ്യൻ, ഇതുവരെ ഇല്ലാത്ത പുതിയ ഒരു സംവിധാനം, അതാണ് പുതുമനുഷ്യൻ. ദൈവസഭയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ പറയുന്നു, അങ്ങനെ പറയുന്നു 18-ാം വാക്യത്തിൽ, നമുക്ക് അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും. അവിടെ നമുക്ക് എന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അതായത് യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട നമുക്കും ജാതികളിൽ രക്ഷിക്കപ്പെട്ട നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനം യഹൂദന്മാരായിട്ടുള്ളവർ ജാതികളെ കണക്കാക്കിയിരുന്നത് അവർ നിഷിദ്ധരായ ആളുകളാണ്, ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തവരാണ്, അവരോട് സുവിശേഷം പറയുന്ന ആവശ്യമില്ലാതെ വണ്ണം ഞങ്ങളാണ് ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ജാതികൾ എന്ന നിലയിൽ ചിന്തിച്ചിരുന്നവരാണ്. പഴയ നിയമത്തിലെ ഒരു ഉദാഹരണം ഞാൻ എടുത്ത് കാണിക്കട്ടെ. യോനയുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വന്നാൽ യോനയുടെ പ്രവചനം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കും. യോനയുടെ ചരിത്രം നമുക്കറിയാം. യോനയുടെ സദ്വർത്തമാനം അറിയിക്കാൻ നിനവേക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ തർശീസിലേക്ക് പോയി എന്നൊക്കെ നാം വായിക്കുന്നു. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 4-ന്റെ 1ഉം 2ഉം വാക്യം, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലേ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുഭവിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ഈ വാക്യത്തിൽ നിന്നൊരു കാര്യം നാം മനസ്സിലാക്കണം. 1-ാം അധ്യായത്തിൽ യോനയോട് തർശീസിലേക്ക് പോകാൻ പറഞ്ഞു, നിലവിലേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ തർശീസിലേക്ക് പോയി എന്നുള്ള വാക്യം മാത്രമേ ഉള്ളൂ. എന്നാൽ അവിടെ ഒരു സംഭാഷണം ദൈവമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് ഇവിടെ വളരെ വ്യക്തമാണ്. ഇവിടെ പറയുന്നത് എന്താ?
ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലേ? കർത്താവേ, നീ കരുണയും കൃപയുമുള്ളവനാണ്. ഈ നിലവേക്കാർ മാനസാന്തരപ്പെട്ടാൽ നീ അവരെ അംഗീകരിക്കും. അത് എനിക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ നിർത്തിയില്ല. യഹൂദനായ എനിക്ക് നിലവേക്കാർ ദൈവപക്ഷത്തേക്ക് മടങ്ങി വന്ന് ദൈവത്തെ അനുസരിക്കുന്ന ജാതിയായി തീരുന്നത് യഹൂദനായ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ദൈവത്തോടാണ് പറയുന്നത്, മനസ്സിലാക്കണം. 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവം യോനയുമായി സംസാരിക്കുമ്പോൾ നീ കോപിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മരിച്ചാലും മരണപര്യന്തം ഞാൻ കോപിക്കുമെന്നാണ് പറഞ്ഞിട്ട് തർക്കിക്കുന്ന ഒരു യഹൂദനായ പ്രവാചകനെയാണ് അവിടെ കാണുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, യഹൂദന്മാരുടെ മനസ്സിൽ എത്രമാത്രം വൈരാഗ്യമാണ് ജാതികളോട് അവരുടെ ദൈവസന്നിധി വരുന്നതിന് ഉണ്ടായിരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഈ ഭാഗം ചിന്തിക്കാൻ, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട്. പലപ്പോഴും നമ്മുടെ ഈ ഭാഗം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ മുൻപ് ഒരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, ക്രിസ്തീയ മണ്ഡലത്തിൽ ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, മറ്റുള്ള സ്ഥലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ, രക്ഷിക്കപ്പെട്ടു വരുന്ന വ്യക്തി ഏത് പശ്ചാത്തലത്തിലുള്ളവനാണ് എന്ന് അന്വേഷിച്ച് അവൻ്റെ നിലവാരത്തിൽ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൻസ് ആക്കുന്ന മനോഭാവം പല സഭകളിലും പ്രത്യേകിച്ച് തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ട്. ഞാനൊരു സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് ഫസ്റ്റ് ഹാൻഡ് നോളജുള്ളതല്ല. നമ്മുടെ ക്രിസ്തുവിനെ വിശ്രമിക്കുന്ന കൃഷ്ണൻകുട്ടി സഹോദരൻ ഒരിക്കൽ ഗൾഫിൻ്റെ പ്രദേശത്ത് സുവിശേഷ സന്ദർശനത്തിനായി പോയി. അദ്ദേഹം ഒരു സഭയിൽ സന്ദർശിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൂപ്പൻ ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ പറഞ്ഞു, ഇന്ന് നമ്മുടെ മധ്യത്തിൽ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ഒരു സഹോദരൻ, സുവിശേഷനായിട്ടുള്ള സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് വചനം കേൾക്കാനായിട്ട് പോകുന്നത്. കൃഷ്ണൻകുട്ടി സഹോദരൻ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാക്ക് നല്ല മൂർച്ചയുള്ള വാക്കാണ്. അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറയും, ഞാനിവിടെ ഇരുന്ന് ചുറ്റുപാടും നോക്കിയപ്പോഴേ ഇവിടെ യഹൂദന്മാരായിട്ടുള്ള ആരെയും കാണുന്നില്ല. ഇവിടെ എല്ലാം സാധാരണ വേദപുസ്തകം പറയുന്ന ജാതികളായിട്ടുള്ള ആളുകളെ കാണുന്നുള്ളൂ. അവരിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നവരെ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇതെന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നതാണ് എന്ന് പ്രത്യേകിച്ച് വിശേഷിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ഇത് വളരെ വർഷം മുമ്പ് ഞാൻ കേട്ടതാണ്. അതിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ. അപ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. ഇവിടെ എഫേസ് ലേഖനത്തിൽ നാം വായിക്കുന്നതോ യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ ദൈവസഭയുടെ അംഗമാണവനെന്നും അവൻ ഒരേ മനുഷ്യനായിട്ട് ചേർന്ന് വരുന്നുവെന്നും ഒരുമിച്ച് വളർന്നു വരുന്നുവെന്നും പറയുമ്പോൾ, അത് പ്രസംഗിക്കുമ്പോഴൊക്കെ അവർ പറയുമെങ്കിലും പലതും അംഗീകരിക്കാൻ മനസ്സില്ലാതെ ചിലപ്പോഴൊക്കെ ഇതുപോലെ പരസ്യവേദികളിൽ പോലും പ്രതികരിക്കുന്നതായ സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ പറയട്ടെ, നമ്മുടെയും മനസ്സിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കടന്നു വരും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് മുൻപുള്ള തലമുറയ്ക്ക് അത് വളരെ കർക്കശമായ രീതിയിൽ സ്വാധീനം ചെയ്തിരുന്നു. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവവചനം അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് ജാതികളെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരേ ശരീരമായി തീർന്നു, ഒരുമിച്ച് ചേർന്ന് വളരുന്നു. ഇവിടെ വായിക്കുന്നത് ആത്മാവിൽ നിങ്ങളെ 22-ാം വാക്യത്തിൽ വായിക്കുന്നത് ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരികയാണ്. ശത്രുത്വം നീക്കി ഇരുപക്ഷത്തെ ഒന്നാക്കി. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ വലിയ സാധ്യതയാണ് ഇവിടെ നാം കാണുന്നത്. എൻ്റെ ശ്രദ്ധയിലേക്ക് 2-ാമത്തെ ഭാഗത്തേക്ക് കിടക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ഈ വേദഭാഗം വലിയ വിശദീകരണം കൂടാതെ മുമ്പോട്ട് പോകാം എന്ന് ഞാൻ വിചാരിക്കും. കാരണം വളരെയധികം പ്രസംഗങ്ങളും ഈ അടുത്ത നാളുകളിൽ വരെ നാം കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കും. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം, ഇവിടെ വായിക്കുന്നത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നാം പലപ്പോഴും ഈ ഭാഗങ്ങളൊക്കെ കർത്തൃമേശയ്ക്ക് ചിന്ത കേൾക്കുന്നതാണ്, പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്.
ഇവിടെ ഊന്നൽ കൊടുക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? ഇതിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കണം. ഈ 2-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം 3-ാം വാക്യത്തിൽ നിന്ന്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളി. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ അല്ലെങ്കിൽ മനോഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളവൻ എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. എന്താ ഈ ക്രൂശിലെ മരണം? നാം സുവിശേഷങ്ങൾ വായിച്ചാൽ ആ ഭാഗങ്ങൾ എടുക്കാൻ ആവശ്യമില്ല. നമ്മുടെ ശ്രദ്ധയിലേക്ക് ആ വാക്കുകൾ പറയുമ്പോൾ കടന്നു വരും എന്ന് ഞാൻ വിചാരിക്കും. ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ അവിടെ സുവിശേഷങ്ങൾ വിവരിക്കുന്നുണ്ട്. ക്രൂശിക്കാൻ കൊണ്ടുവന്ന യേശുവിനെ എന്ത് ചെയ്തു? വസ്ത്രം അഴിച്ചു. ആ വസ്ത്രം പടയാളികൾ ചീട്ടിട്ട് എടുത്തു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവിനെ ക്രൂശിച്ചത് അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിച്ചത് നഗ്നനായിട്ടാണ്, വിവസ്ത്രനായിട്ടാണ്. ഏകദേശം 32-33 വയസ്സുള്ള ഒരു യുവാവിനെ പരസ്യവേദിയിൽ നഗ്നനായി ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതിൽ പരം അപമാനകരമായ ഒരു മരണം ഒരു വ്യക്തിക്ക് നേടാനില്ല. അപ്പോൾ ഇവിടെ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മെ സ്നേഹിച്ച്, എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് ക്രൂശ് മരണം അനുഭവിച്ചു എന്ന് നമ്മൾ ഒറ്റ വാക്കുകൊണ്ട് പറയുമെങ്കിലും അപമാനത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിക്കൊണ്ടാണ് താൻ ക്രൂശ് മരണം അനുഭവിച്ചത്. ആ ക്രൂശ് മരണം നമ്മുടെ ചിന്തയിലേക്ക് ഒന്ന് കടന്നു വന്നാൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നതാണ്, അത് നാം ചിന്തിച്ചാൽ നമ്മൾക്കൊരു ശാഠ്യമോ ഒരു ദുരഭിമാനം ഉണ്ടാകുകയില്ല. വളരെ താഴ്മയുള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടുകൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് കഴിയും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ഈ ഭേദഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോഴെൻ്റെ ശ്രദ്ധ കടന്നുപോയത് ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ മനോഭാവവും പെരുമാറ്റവും ചിലപ്പോൾ ചില രംഗങ്ങളിലൊക്കെ അത് പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല, എനിക്ക് വേണ്ടത്ര സ്ഥാനം കിട്ടുന്നില്ല, എനിക്ക് എന്നെ ജനം അംഗീകരിക്കുന്നില്ല, എന്നെ പരിഹസിക്കുന്നു, എന്നെ കളിയാക്കുന്നു, അല്ലെങ്കിൽ എന്നെ ഇടിച്ചു താഴ്ത്തുന്നു, ഇകഴ്ത്തുന്നു എന്നൊക്കെയുള്ള മനോഭാവത്തിൽ പലരും വളരെ വിഷമിച്ചും മുമ്പോട്ടൊക്കെ പോകുന്നതായിട്ട് കാണാം. ഇവിടെ പറയുന്നത് നോക്കുക, ദൈവപുത്രൻ, സകലത്തെയും സൃഷ്ടിച്ച ദൈവപുത്രൻ ആ ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ ചിത്രം അപ്പോസ്തലൻ പൗലോസ് വരച്ച് കാണിക്കുന്നത് ഈ ലോകത്തിൽ ഇതുപോലെ അപമാനിതനായ മരണം അനുഭവിച്ച ഒരു വ്യക്തി ഉണ്ടോ? ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ഏറ്റവും അപമാനകരമായ മരണം. ഇന്ന് നമുക്കറിയാം, ഇന്നൊക്കെ കുറ്റവാളികളെ കൊല്ലുമ്പോൾ തന്നെ അവരൊക്കെ മാന്യമായ രീതിയിലാണ് കൊല്ലുന്നത്. അഥവാ അവർക്ക് കൊടുക്കുന്ന വസ്ത്രധാരണവും അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ സാധിച്ചിട്ട്. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ക്രൂശിലെ മരണം എന്ന് പറഞ്ഞാൽ അപമാനത്തിൻ്റെ പരമകാഷ്ഠയിലേക്ക് ചെന്ന് ഇനി ഇതുപോലെ അപമാനിക്കപ്പെടുവാൻ ഒരവസ്ഥയില്ലാത്ത രീതിയിൽ കർത്താവ് അപമാനിക്കപ്പെട്ടു. എന്നിട്ട് ഇവിടെ പൗലോസ് പറയുകയാണ്, ഈ മനോഭാവം നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇത് വായിച്ചപ്പോൾ നാം ഇതിൻ്റെ ചെറിയൊരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുമായിരുന്നെങ്കിൽ പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങൾ വളരെ വളരെ പരിമിതപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുമായിരുന്നു. ഞാൻ എൻ്റെ ശ്രദ്ധ ഇത്രയും കാര്യം മാത്രമേ അതിനോട് പറയാനായിട്ട് ഈ ഭാഗത്ത് നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കിടക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിനെ ക്രൂശിൽ ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയും. അതിൻ്റെ 19-ാം വാക്യം കൂടെ വായിച്ചാൽ, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം ഭയം, ലജ്ജയാൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഈ വേദഭാഗം നമ്മളൊക്കെ പലപ്പോഴും ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാനും ചില സമയങ്ങളിലൊക്കെ ഈ ഭാഗം ചില സന്ദർഭങ്ങളിൽ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ വായിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്ന ചിലരെക്കുറിച്ച്
കരഞ്ഞുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യമാണ്. ഏതായി ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശത്രുക്കൾ. ഈ ഫിലിപ്പിയ ലേഖനം നാം വായിച്ചു നോക്കിയാൽ രണ്ട് കൂട്ടം ആളുകളെ കുറിച്ച് ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അവിടെ ഒരു കൂട്ടം ആളുകൾ ഫിലിപ്പിയിലുണ്ടായിരുന്നു. അസൂയയും പിണക്കവും നിമിത്തം ക്രൂശിനെ പ്രസംഗിക്കുന്നു, ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എങ്കിലും നല്ല മനസ്സോടെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം നാം പിന്നോട്ട് താഴോട്ട് വായിച്ചാൽ 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നാം വായിക്കുന്നത്, മതി. ഇവിടെ പരിച്ഛേദനയുടെ ആ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയും ഉപദേശം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്ന ഈ രണ്ട് കൂട്ടം ആളുകളെ അല്ല. അത് പറയാനാണ് ഈ രണ്ട് വാക്യങ്ങൾ വായിച്ചത്. ഈ പറഞ്ഞ ആളുകളെ അല്ല ഇവിടെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നു എന്ന വ്യാജേന പല കാര്യങ്ങൾ ചെയ്ത് അവരുടെ ലക്ഷ്യം എവിടെ വായിക്കുന്നത്, അവരുടെ ദൈവം വയറ് എന്ന് പറഞ്ഞാൽ ഭൗതികമായ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ ആവശ്യങ്ങൾ സാധിക്കപ്പെടേണ്ടതിന് വേണ്ടി മാത്രം ക്രൂശിനെ ഉയർത്തുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇവിടെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പൗലോസ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ മണ്ഡലത്തിൽ ഇപ്പോൾ നമുക്കറിയാം പല സഭാവിഭാഗങ്ങൾ, പല ഉപദേശ വ്യതിയാനങ്ങളൊക്കെ നാം കാണുന്നുണ്ട്. പലരും ആളുകളെ ആകർഷിക്കുന്നുണ്ട്. ഈ ആളുകളെ ആകർഷിച്ച് അവരുടേതായ സമ്പത്തും അവരുടേതായ സാഹചര്യങ്ങളൊക്കെ മുതലെടുത്ത് തെറ്റായ വ്യാമോഹങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ അവർക്ക് കൈകാര്യം ചെയ്ത് യേശു കർത്താവിനെ പ്രസംഗിക്കുന്നു എന്ന വ്യാജേന ചെയ്യുന്നത് അവരെ ധൂർത്തടിച്ച് അവരെ പണവും അവരെ സമ്പത്തും കൊള്ളയടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അവരെയാണ് ഇവിടെ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന വാക്കുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയും. ഇത് നാം വളരെ ശ്രദ്ധയോടുകൂടി തിരിച്ചറിയും. പലപ്പോഴും നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ പലരെയും അങ്ങനെ കണ്ടുമുട്ടി കാണുന്നില്ല. യൂദയുടെ ലേഖനം 4-ാം അധ്യായം വായിച്ചാൽ അവിടെ യൂദ അതിൻ്റെ ഒരു സൂചന നമുക്ക് നൽകുന്നു. ഇവിടെ യൂദ ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ദൈവത്തിൻ്റെ കൃപയെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് അവർ കർത്താവായ യേശു ക്രിസ്തു നിഷേധിക്കുന്നവരാണ്. അവർ അഭക്തരായ മനുഷ്യരാണ്. ഇവരുടെ ശിക്ഷാവധി പണ്ട് തന്നെ വന്നിരിക്കും. എന്നിട്ട് 2-3 ഉദാഹരണങ്ങൾ താഴോട്ട് യൂദ വിവരിക്കുന്നുണ്ട്. അതിന് 11-ാം വാക്യം 3 കൂട്ടം ആളുകളെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതല്ല, യൂദയുടെ ലേഖനം 11-ാം വാക്യം. ഇവിടെ നശിച്ചു പോകുന്ന ഒരു കൂട്ടം ആളുകൾ. അവിടെ 3 ഗ്രൂപ്പ് ആളുകളാണ് നമുക്കറിയാം. പഴയ നിയമത്തിലെ 3 പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ കാര്യങ്ങൾ കാണാൻ സാധിക്കും. കയ്യിൻ്റെ വഴി നടക്കും. കയ്യിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ സ്വന്തമായ രീതിയിൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. ദൈവം അത് അംഗീകരിക്കണം. ദൈവം അവനെ തിരുത്തുവാനായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടും അവൻ്റേതായ മനോഭാവം തിരുത്താതെ കൊലപാതകത്തിലേക്ക് പോയ വ്യക്തിയാണ് കയ്യിൽ. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ദൈവഹിതപ്രകാരമല്ലാത്ത ജീവിത ശൈലി തിരഞ്ഞെടുത്ത് അതിൽ ഒരു മാറ്റവും വരുത്താതെ മുമ്പോട്ട് പോകുന്ന ഒരു മനോഭാവം. രണ്ടാമത്തെ കൂട്ടം ആളുകൾ ശ്രദ്ധിക്കുക, കൂലി കൊതിച്ച് ബിലിയാമിൻ്റെ വഞ്ചന എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി ദൈവജനത്തിന് ശപിക്കാനായിട്ട് തയ്യാറായിട്ട് പോകുന്ന ഒരു ബിലിയാമിനെ നമ്മൾ കാണും. ഈ അടുത്ത ദിവസമാണ് BBS നടന്നപ്പോൾ ഒരു ദിവസം
ഈ ബിലിയാമിനെ കുറിച്ചുള്ളതായ പാഠം ഇവിടെ ഉണ്ടായി. ഞാനത് പെട്ടെന്ന് ഓർത്തു പോയതാണ്. ആ ബിലിയാം എന്ന് പറയുന്നത് വ്യക്തി പ്രവാചകനാണെന്നാണ് അവകാശപ്പെടുന്നത്. ദൈവം അവനെ വിലക്കിയിട്ടും അവനെതിരായിട്ട് പല നടപടികളെടുത്തിട്ടും കഴുത സംസാരിച്ച് അവനെ തിരുത്താൻ ശ്രമിച്ചിട്ടും പിന്നെയും പണത്തിൻ്റെതായ ആഗ്രഹത്താൽ ആ കാര്യം ചെയ്യാനായിട്ട് മനഃപൂർവ്വം പോയ ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണുന്നത്. മൂന്നാമത്തെ കൂട്ടം ആളുകൾ കോരഹിൻ്റെ മത്സരം. ദൈവിക വ്യവസ്ഥകളെ അംഗീകരിക്കാതെ മത്സര മനോഭാവത്തോടു കൂടെ പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ ചിത്രമാണ് കോരഹിൻ്റെ മത്സരം എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിലാണ് ഈ ചരിത്രങ്ങളൊക്കെ ഉള്ളത്. അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വേദഭാഗങ്ങളെടുത്ത് വിശദീകരിക്കാറ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നു ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പൗലോസ് ഇവിടെ വിവരിക്കുന്ന ആളുകളെ എങ്ങനെ തിരിച്ചറിയാം. 4-ാം വാക്യത്തിൽ നാം വായിച്ചു, അവ ദൈവത്തിൻ്റെ കൃപയെ ദുഷിച്ച് ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്ന ആളുകൾ. അപ്പോൾ ആ കാര്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, അവർ ക്രൂശിൻ്റെ ശത്രുക്കളാണ്. പിന്നീട് നാം കാണുന്നു 3 കൂട്ടം ആളുകളെ അവിടെ അവതരിപ്പിക്കുകയാണ്. കയ്യിൻ്റെ വഴിയിൽ നടക്കുന്നവർ, ബിലിയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നവർ, കോരഹിൻ്റെ മത്സരത്തിൽ തങ്ങളെ നശിച്ചു പോകും. അപ്പോൾ ഏത് കാലത്തുമുണ്ട്, അതിപ്പോൾ മുൻകാലങ്ങളും ഉണ്ടായിരുന്നു എന്നാണല്ലോ ചരിത്രം നമ്മോട് പറയുന്നത്. ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ ജനത്തിൻ്റെ മുൻപിൽ, പൊതുജനത്തിൻ്റെ മുമ്പിൽ അവർ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്, പല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവരെ അനുഗമിക്കാൻ വളരെയധികം ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ നാട്ടിലും ഇക്കാലത്തും അത് അങ്ങനത്തെ കൂട്ടാളികളുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. പലപ്പോഴും സാധുക്കളായ വ്യക്തികളെ വ്യാമോഹിപ്പിച്ച് വാക്കുകളുടെ വശീകരണം കൊണ്ട് അവരെ വിലയിരുത്തി അല്ലെങ്കിൽ വീഴ്ത്തിക്കളഞ്ഞ് അവരെ പണം സമ്പാദിക്കാനും അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനും ഒക്കെ ചെയ്ത് ആളുകളെ കർത്താവിൻ്റെ പേര് പറഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ. എന്നാൽ വളരെ ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് അവർ ക്രൂശിൻ്റെ ശത്രുക്കളാണെന്ന് നാം തിരിച്ചറിയണം. ഞാൻ ഇത് പറയുമ്പോൾ ഞാനിപ്പോഴും ഓർക്കാറുള്ളൊരു കാര്യമാണ്. ഞാൻ കോട്ടയത്ത് ജോലിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ ഒരു വ്യക്തിയെ കണ്ടുപിട്ടു. അദ്ദേഹം, ഞാനൊരിക്കലും ഇവിടെ പറഞ്ഞു എന്നെനിക്ക് സംശയമുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ പോയതാണ്. അപ്പോൾ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ എന്നെ അദ്ദേഹം സ്വീകരിച്ചു. കോട്ടയം ജില്ലയിലൊരു സ്ഥലത്താണ്, അത് സ്ഥലം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ആ സ്ഥാപനം അത്ര സുഖകരമല്ലാത്ത രീതിയിൽ ഒരു നടക്കാത്ത ഒരു സ്ഥിതിയാണ്. വളരെ കാലങ്ങളായിട്ട് പല പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. ഞാൻ അവിടെയുള്ള പരിശോധനകൾ കഴിഞ്ഞ് അപ്പോൾ ഉച്ചയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് പോകാം നമുക്ക് എന്ന്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഞാനും അദ്ദേഹം കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ചെന്നു. ഒരു വലിയ ഹോട്ടലൊന്നുമില്ല, പക്ഷെ അവിടെ ഇങ്ങനെ ചെറിയ കൂപ്പയുണ്ട്, അതായത് 4 പേർക്ക് ഇരിക്കാവുന്ന വേർതിരിച്ച്. അദ്ദേഹം ഞാനിരുന്നു സാധാരണ മീൽസാണ് ഓർഡർ ചെയ്തത്. ഈ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഭക്ഷണം വെച്ച വഴിക്ക് അദ്ദേഹം പറഞ്ഞു, സാറേ സ്തോത്രം ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ എനിക്ക് അല്പം അതിശയമായി. സാധാരണഗതിയിൽ ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇങ്ങനെ ആരും പറയാറില്ല, ദൈവമക്കളാണെങ്കിൽ പോലും പറയാറില്ല. അദ്ദേഹം അത് പറഞ്ഞു, അദ്ദേഹം തന്നെ സ്തോത്രം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഒരു വിശ്വാസിയായ ആളാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. അതങ്ങനെ ഒരു രീതി എവിടെയെങ്കിലും കൊണ്ട് ഇൻസ്പെക്ഷൻ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ഇവരൊക്കെ നേരത്തെ കൂട്ടി അന്വേഷിച്ച് മനസ്സിലാക്കി വയ്ക്കും, അവരുടെ രീതികൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, അദ്ദേഹം ക്രിസ്ത്യൻ പേരുള്ള ആളാണ്. അദ്ദേഹത്തെ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു പാരമ്പര്യ സഭയിൽ പോകുന്ന ആളാണ്, പക്ഷേ ഇപ്പോൾ ചില നാളുകളായിട്ട് ഞാൻ ഇന്നൊരു ഗ്രൂപ്പിലാണ് പോകുന്നത് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം, നിങ്ങൾ യേശു കർത്താവിനെ സന്തുഷ്ടമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ആളാണോ? അങ്ങനെയുള്ള അനുഭവമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, പിന്നെ ഒരു ആവേശം എനിക്കുണ്ടായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വലിയ
സാമ്പത്തിക ബാധ്യതയിൽ കൂടെ കടന്നു പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചുകൊണ്ടിരിക്കുക. ബാങ്കിൻ്റെ ജപ്തി വരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വക കടലാസ് ഇപ്പോൾ വരും, അതിൻ്റെ ഞാൻ പൈസ അടയ്ക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുക. 1 മാസം 1.5 മാസമായി ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോഴാണ് എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രത്യേക യോഗങ്ങൾ നടക്കുന്ന അവിടെ വന്നാൽ നിങ്ങൾ സംബന്ധിച്ചാൽ നിങ്ങളുടെ എല്ലാ ബാധ്യതകളും അവസാനിക്കും, കർത്താവ് അതൊക്കെ മാറ്റിത്തരും എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കാശും മേടിച്ചു വരുന്നു, സംഭാവനകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ വരുമോ? അവർ ഇതിന് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ഭാര്യ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ വന്നു, പിന്നീട് വന്നിട്ടില്ല എന്ന്. അതെന്താ വരാത്തത്? ആ ഭാര്യ വന്നപ്പോഴും ഭാര്യ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നത്, ആഭരണങ്ങൾ വരെ സംഭാവന ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള നിലയ്ക്ക് ഇവരാവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭാര്യ പിന്നീട് വന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് ആ ഇരിക്കുന്ന സാധനം കൊണ്ട് സുവിശേഷം പങ്കുവച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ആളുകളെ കബളിപ്പിക്കുന്ന രീതിയാണ്. യേശു കർത്താവിൻ്റെ രക്ഷയിൽ വ്യക്തിപരമായി വിശ്വസിച്ച് ദൈവമക്കളായി തീരുന്നവർക്കാണ് സ്വർഗരാജ്യമുള്ളത്. അല്ലാതെ ഭൗതികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിങ്ങളെ കബളിപ്പിക്കുകയാണ് അവരെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ആകെ അസ്വസ്ഥനായതുകൊണ്ട് അല്പം ആശ്വാസം ലഭിക്കുമെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇവിടെ കടന്നു പോകുന്നത്. ഇതുവരെ എൻ്റെ ബാധ്യതകൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് പണം പോയിരുന്നേ ഉള്ളൂ എന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ ഭാഗം ചിന്തിച്ചുകൊണ്ട് എൻ്റെ ശ്രദ്ധയിലേക്ക് ഈ രംഗം ഓർമ്മ വന്നു. എത്രയോ ആളുകളാണ് ഇന്ന് കബളിപ്പിക്കപ്പെടുന്നത്. ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്ന വ്യക്തികൾ ഭൗതികമായ നേട്ടം മാത്രം ലക്ഷ്യം വച്ചുകൊണ്ട് ആത്മീയതയുടെ പേരിൽ ആളുകളെ വഞ്ചിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ക്രിസ്തീയ മണ്ഡലത്തിലുണ്ട്. അത് പറയാനാണ് ഞാൻ ഇത്ര വിവരിച്ചത്. നാം തിരിച്ചറിയണം, ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരുമായി യാതൊരു ബന്ധം പുലർത്തുവാൻ നമുക്ക് ആവശ്യവുമില്ല എന്നുള്ള കാര്യം ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും. അവിടെ നിന്ന് അത് കഴിഞ്ഞ് പൗലോസ് അവിടെ പറയുന്നത് നാം സ്വർഗത്തിൻ്റെ പൗരന്മാരാണ്, അവിടെ നിന്ന് കർത്താവ് വരുമെന്നും ഇവരുടെ ആവശ്യം ഭൗതികമായ നേട്ടം കൊയ്തെടുത്ത് ക്രിസ്ത്യാനികളാണെന്നും ക്രിസ്തീയ പ്രവർത്തകനാണെന്നും തെളിയിച്ച് ആളുകളെ കബളിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരെയാണ് പൗലോസ് അവിടെ വിളിക്കുന്നത് ക്രൂശിൻ്റെ ശത്രുക്കൾ. അങ്ങനെയും ആളുകൾ ഈ ക്രിസ്തീയ മണ്ഡലത്തിൽ വ്യാപരിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് അത് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ശ്രദ്ധയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ദൈവമക്കളായ നാം മുമ്പോട്ട് പോകണം. നാമും അങ്ങനെയുള്ള വഞ്ചനയിൽപ്പെടാതിരിക്കാൻ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ.